നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള നവോത്ഥാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത്. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യസമാജം. ആര്യസമാജം 1875 കേട്ടോ സ്ഥാപിച്ചത്. ഒരു സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനമാണ് ആര്യസമാജം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. വിഗ്രഹാരാധന, ശൈശവ വിവാഹം, ജാതി വ്യവസ്ഥ, സ്ത്രീകളോടുള്ള വിവേചനം എന്നിവയൊക്കെ ആര്യസമാജം ശക്തമായിട്ട് എതിർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 1875 സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യസമാജം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. വിഗ്രഹാരാധന, ശൈശവ വിവാഹം, ജാതി വ്യവസ്ഥ, സ്ത്രീകളോടുള്ള വിവേചനം എന്നിവ ആര്യസമാജം ശക്തമായിട്ട് എതിർക്കുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ? ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനാണ്. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ജാതി വ്യവസ്ഥ, വിഗ്രഹാരാധന, അനാചാരങ്ങൾ എന്നിവയെ എതിർക്കുകയും എല്ലാവർക്കും അറിവ്, വിദ്യാഭ്യാസം, തുല്യത ഇവ ലഭ്യമാക്കുക എന്നതുമായിരുന്നു എന്തിൻ്റെ ലക്ഷ്യം? ആത്മവിദ്യാ സംഘത്തിൻ്റെ ലക്ഷ്യം. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതികളെ എതിർപ്പാൻ എന്നതായിരുന്നു എന്തിൻ്റെ? ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. 1917 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 വൈക്കം സത്യാഗ്രഹം നടന്നതല്ലേ? കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന സംഭവമാണ്. തിരുവിതാംകൂറിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു സമരം. മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, മന്നത്തു പത്മനാഭൻ, ഇ.വി. രാമസ്വാമി നായ്ക്കർ തുടങ്ങിയവരൊക്കെ ഈ ഒരു സമരത്തിന് പിന്തുണ നൽകിയവരാണ്. അപ്പോൾ 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. 1924 വൈക്കം സത്യാഗ്രഹം നടന്നു. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. 1875 ആര്യസമാജം സ്ഥാപിച്ചത്. ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ദൈവദശകം എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ചോദിക്കാറുള്ളതാണ്, ദൈവദശകം ആരുടെ കൃതിയാണ്? ദൈവദശകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. അപ്പോൾ വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യസമാജം. ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമോ? 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. നവോത്ഥാന നായകരും കൃതികളും കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയല്ലാത്ത ജോഡി ഏതാണെന്ന് പറയണം. നവോത്ഥാന നായകരും കൃതികളും. അഖിലത്തിരട്ട് വൈകുണ്ഠസ്വാമിയുടെ കൃതിയല്ലേ? അഖിലത്തിരട്ട് ആരാണ് എഴുതിയത്? അഖിലത്തിരട്ട് വൈകുണ്ഠസ്വാമിയാണ് എഴുതിയത്. നവമഞ്ചരി ആരുടേതാണ്? നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. പ്രാചീന മലയാളം വാഗ്ഭടാനന്ദൻ്റെതാണോ? അല്ല, അവിടെ തെറ്റാണല്ലേ. പ്രാചീന മലയാളം ആരാണ് എഴുതിയത്? പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമിയാണ്. ചട്ടമ്പി സ്വാമിയുടേതാണ് പ്രാചീന മലയാളം. ആത്മാനുതാപമോ? ആത്മാനുതാപം എഴുതിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ആത്മാനുതാപം എഴുതിയത്. അപ്പോൾ അഖിലത്തിരട്ട് വൈകുണ്ഠസ്വാമി, നവമഞ്ചരി ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ, ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാവൂട്ട് യോഗം ഏത് സംഘടനയുടെ മുൻരൂപമാണ്? വാവൂട്ട് യോഗം SNDP യോഗത്തിൻ്റെ
മുൻരൂപമാണ് കേട്ടോ. അത് ഉറപ്പായിട്ടും ചോദിക്കും, പഠിച്ചു വെക്കുക, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. വാവൂട്ട് യോഗം ഏത് സംഘടനയുടെ മുൻരൂപമാണെന്ന്? അത് SNDP യോഗത്തിൻ്റെ മുൻരൂപമാണ് വാവൂട്ട് യോഗം. അപ്പം നവോത്ഥാന നായകരും അവരുടെ കൃതികളും നോക്കുകയാണെങ്കിൽ അഖിലത്തിരട്ട് വൈകുണ്ഠസ്വാമികൾ, നവമഞ്ചേരി ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം വാഗ്ഭടാനന്ദൻ്റെതല്ല, ചട്ടമ്പി സ്വാമികളുടേതാണ്, ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാവൂട്ട് യോഗം ഏത് സംഘടനയുടെ മുൻരൂപമാണ്? SNDP യോഗത്തിൻ്റെ മുൻരൂപമാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ പിന്നീട് അറിയപ്പെട്ടത് എങ്ങനെയാണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ പിന്നീട് അറിയപ്പെട്ടതാണ് വാഗ്ഭടാനന്ദൻ എന്ന പേരിൽ. എങ്ങനെയാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ പിന്നീട് അറിയപ്പെട്ടത്? വാഗ്ഭടാനന്ദൻ എന്നാണ്, അല്ലെങ്കിൽ വാഗ്ഭടാനന്ദൻ്റെ പഴയകാല നാമമായിരുന്നു വയലേരി കുഞ്ഞിക്കണ്ണൻ. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ. കഠോര കുഠോരം എഴുതിയതാര്? ആരാണ്? കഠോര കുഠോരം എഴുതിയത് മക്തി തങ്ങളാണ്. ആരാണ്? മക്തി തങ്ങളാണ് കഠോര കുഠോരം എഴുതിയത്. ആരാണ്? മക്തി തങ്ങൾ. അപ്പോൾ വയലേരി കുഞ്ഞിക്കണ്ണൻ പിന്നീട് അറിയപ്പെട്ടത് എങ്ങനെയാണ്? വാഗ്ഭടാനന്ദൻ എന്നാണ്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ. കഠോര കുഠോരം എഴുതിയത് ആരാണ്? ആരാണ്? മക്തി തങ്ങളാണ് കഠോര കുഠോരം എഴുതിയത്. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പ്രധാനമായിട്ടും ഇന്ന് നോക്കുന്നത്.